മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പിൻ്റെ സ്പെഷ്യൽ ഗോതമ്പ് ദോശയും എളുപ്പത്തിലുള്ള മുട്ടക്കറിയാണ് കേട്ടോ. നമുക്കിപ്പോൾ ജോലി തിരക്കൊക്കെ ഉള്ള ദിവസമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ ഈ കറി കേട്ടോ. അപ്പം ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചേരുവകൾ ഇതൊക്കെയാണ്. കുറച്ച് ചുമന്നുള്ളി കൂടുതൽ എടുക്കണം, സവാള ഇതിലിടില്ല. ചുമന്നുള്ളി കുറച്ച് ചതച്ചത്, പിന്നെ വെളുത്തുള്ളി 3-4 ചതച്ചത്, പച്ചമുളക് 1 ചതച്ചത്. എന്നിട്ട് ഇതെല്ലാം നന്നായി ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് വഴന്ന് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കുരുമുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് ചൂടായി വരണം. തക്കാളി ഇട്ട് നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ സ്വല്പം നല്ല തിളപ്പിച്ച വെള്ളമോ എന്തെങ്കിലും, അല്ലെങ്കിൽ പച്ചവെള്ളമാണെങ്കിലും മതി, ഇത്തിരി ഒഴിച്ച് അതൊന്ന് വെട്ടി തിളയ്ക്കട്ടെ കേട്ടോ. വെട്ടി തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന കറിയാണ് കേട്ടോ. നല്ല രുചിയുമാണ്. മുട്ട പൊട്ടിച്ച് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇത് വെട്ടി തിളച്ചിട്ട് വേണം കേട്ടോ മുട്ട പൊട്ടിച്ചിടാനായിട്ട്. അപ്പം നല്ല ചൂടുണ്ടാകുമല്ലോ. എന്നിട്ട് ഞാൻ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ ഈ മുട്ടയ്ക്കകത്ത് ഈ മഞ്ഞൾക്കുരുവിനൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി നന്നായി വെള്ളത്തിൽ ചാലിച്ചിട്ട് അത് ലാസ്റ്റ് ഇതിൻ്റെ മീതെ ഒന്ന് ഒഴിക്കും കേട്ടോ. അപ്പോൾ മുട്ടയ്ക്കകത്ത് മറ്റേ ബുൾസായി പോലെയാണല്ലോ, മുട്ട ബുൾസായി പോലെയല്ലേ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് എരിവും പുളിയെല്ലാം നന്നായി പിടിച്ചു. നമ്മുടെ കറി റെഡിയായി കേട്ടോ. നമ്മുടെ കറി റെഡിയായി കണ്ടോ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശയ്ക്കായിട്ട് പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടാകട്ടെ. അപ്പം ഞാൻ വേറൊരു കാര്യം കൂടി അതിനോടൊപ്പം കാണിച്ചു തരാം. ദോശ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് കറിയുടെ കാര്യം നോക്കിയത്. അത് ചമ്മന്തി, ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചമ്മന്തി ഉണ്ടാക്കിയത് ഇത്തിരി വെളുത്തുള്ളി കൂടുതലെടുക്കും, ഇഞ്ചി, പിന്നെ ചുമന്നുള്ളി, ഇത് 3 ആണ് ആദ്യം വേണ്ടത്. അത് എണ്ണയ്ക്കകത്തിട്ട് നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ, നന്നായി ഒന്ന് വാടി വരണം. വാടി വരുമ്പോൾ ഇത്തിരി ചതച്ച മുളക് പൊടിയും കൂടി ഇട്ട് ചൂടായി കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇത്തിരി ഉപ്പിട്ട് നന്നായി ഇതിൻ്റെ അകത്ത് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ആ എണ്ണയ്ക്കകത്തിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വെച്ചാൽ പറയാം, എണ്ണയ്ക്കകത്തിട്ട് തന്നെ ഒന്ന് നമുക്കൊന്ന് നന്നായി ചൂടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം വെളുത്തുള്ളി ഇഞ്ചി ആകുമ്പോൾ നമുക്ക് വയറിനും ഒക്കെ നല്ലതാണല്ലോ. ഞാൻ മിക്കപ്പോഴും ഈ ചമ്മന്തി മിക്കപ്പോഴും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നമുക്കത് ചോറിനും ദോശയ്ക്കൊക്കെ കഴിക്കാം. ഇനി നമ്മുടെ ദോശയുടെ കാര്യം പറഞ്ഞില്ലല്ലോ. ഇത് ഗോതമ്പ് ദോശയാണ്. ഇതിൻ്റെ അകത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇന്നലെ എടുത്തു വച്ചിരിക്കുന്ന, ഇന്നലത്തെ റെസിപ്പി കണ്ടവർക്കറിയാം, ക്യാരറ്റ് ചീകി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാരറ്റും ഇത്തിരി ഈന്തപ്പഴം, മധുരത്തിന് പകരമായിട്ടാണ് ഈന്തപ്പഴം ചേർത്തിരിക്കുന്നത്. കാരണം ഒരു ചെറിയൊരു മധുരരസം വേണ്ടവർക്ക് വേണ്ടി ഈന്തപ്പഴം ഇടാം. മധുരത്തിൽ ഇത് വേണ്ടാത്തവർക്ക് ഈ അരിഞ്ഞ വെജിറ്റബിൾ മതി കേട്ടോ. പക്ഷേ ശർക്കരയും പിന്നെ പഞ്ചസാരയൊക്കെ കൂടുതൽ ഈ ദോശയിൽ ഒഴിച്ച് മധുരം ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഈന്തപ്പഴമായിരിക്കും കേട്ടോ. ഇതൊന്നും ഉണ്ടാക്കണം കേട്ടോ. നല്ല ദോശയാണ് കേട്ടോ ഗോതമ്പിൻ്റെ. വെറുതെ ഗോതമ്പ് ഇങ്ങനെ എന്താ പറയുക, ഇത്തിരി ഉപ്പിട്ട് കലക്കി വെച്ച് ഉണ്ടാക്കിയ അത്രയ്ക്ക് ഒരു രുചി ഉണ്ടാവില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഒരു ഇഷ്ടം തോന്നുന്നത് കേട്ടോ. ഞാൻ മിക്കപ്പോഴും ഇതേപോലെയുള്ള ദോശകളൊക്കെ ഉണ്ടാക്കാറ്.
ഇതിപ്പോൾ നമുക്കിപ്പോൾ മുട്ടക്കറി വേണമെന്നില്ല കേട്ടോ, കാരണം ആ ഈന്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് ഒരു ഇത്തിരി മധുരവും ക്യാരറ്റിൻ്റെയൊക്കെ മധുരം ഉണ്ട് ഈ ഈന്തപ്പഴത്തിനെ കൊണ്ട്, നല്ല രുചിയുണ്ട് കേട്ടോ. നമ്മുടെ ദോശ റെഡിയായി, നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എളുപ്പമാണ്, നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ മുട്ടക്കറി ഇല്ലെങ്കിലും നമുക്ക് ഈ ദോശ കഴിക്കാം. ഈന്തപ്പഴം കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയവർക്ക് അറിയാം, ഈന്തപ്പഴം കുരു കളഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചതാണ് കണ്ടോ. ഇത് എളുപ്പമാണ് നമുക്ക് എടുത്തിടാനായിട്ട്. ഇത് നോക്കിയേ, നമ്മുടെ അതേ മുട്ടക്കറിയും കണ്ടോ. ഇഷ്ടപ്പെട്ട ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.